വെറും 8 ദിവസത്തെ മാത്രം ദൗത്യത്തിനായി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 400 കിലോമീറ്ററുകൾ മുകളിലൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുള്ളിൽ 2024 ജൂൺ മാസം 5-ാം തീയതി എത്തിച്ചേർന്ന സുനിത വില്യംസും ബുഷ് വിൽമോറും നീണ്ട 286 ദിവസങ്ങളോളമാണ്, അതായത് ഏകദേശം 9 മാസത്തിലും കൂടുതൽ കാലഘട്ടമാണ് ISSനുള്ളിൽ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ 9 മാസക്കാലത്തെ ജീവിതം അവർക്കത്ര സുഗമമായിരുന്നില്ല. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ദുഷ്കരമായിരുന്നു ആ കാലഘട്ടം മുഴുവൻ. ഇന്ന് മാർച്ച് മാസം 18-ാം തീയതി രാവിലെ 10:35 വിജയകരമായി ISSൽ നിന്നും വേർപെട്ട് നീണ്ട 17 മണിക്കൂറുകൾ യാത്ര ചെയ്ത് നാളെ മാർച്ച് മാസം 19-ാം തീയതി പുലർച്ചെ 3:27 ഫ്ലോറിഡ തീരത്തിന് സമീപം കടലിനുള്ളിൽ സുരക്ഷിതരായി അവർ ലാൻഡ് ചെയ്യും. അതിനുശേഷം സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ അവർക്ക് വീണ്ടും കാലങ്ങൾ വേണ്ടിവരും. നമുക്കവരുടെ യാത്രയും ബഹിരാകാശ നിലയത്തിനുള്ളിലെ ജീവിതവും തിരികെ ഭൂമിയിലേക്കുള്ള മടക്കയാത്രയും കാണാം. 2024 ജൂൺ മാസം 5-ാം തീയതി ഇന്ത്യൻ വംശജയായ 59 വയസ്സ് പ്രായമുള്ള സുനിത വില്യംസും 62 വയസ്സ് പ്രായമുള്ള ബുഷ് വിൽമോറും ISSലേക്കും ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും ക്രൂവിനെ കൊണ്ടുപോകുന്നതിനു വേണ്ടി ബോയിങ് രൂപകൽപ്പന ചെയ്ത ബഹിരാകാശ പേടകമായ ബോയിങ് CST-100 സ്റ്റാർലൈൻ്റെ പരീക്ഷണത്തിനായി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കുതിച്ചുയർന്നു. വളരെ കുറച്ചു ദിവസത്തെ മാത്രം ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് കടന്ന അവർക്ക് 9 മാസക്കാലങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്നും പുറത്തു കടക്കുവാൻ സാധിച്ചത്. ബഹിരാകാശ നിലയവുമായി കണക്ട് ചെയ്യപ്പെട്ട ശേഷം ജൂൺ മാസം 6-ാം തീയതി സ്റ്റാർലൈനിൽ ഹീലിയം ലീക്കേജ് എന്ന ഭീകരമായൊരു പ്രശ്നം കണ്ടെത്തി. സുരക്ഷിതരായി അവരെ ഭൂമിയിൽ എത്തിക്കുവാൻ സാധ്യമല്ല എന്നങ്ങനെ മനസ്സിലാക്കി. അങ്ങനെ വളരെ കുറച്ചു നാളത്തെ മാത്രം ദൗത്യത്തിനായി 400 കിലോമീറ്ററുകൾ മുകളിലുള്ള ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശ നിലയത്തിനുള്ളിൽ അവർ രണ്ടുപേരും കുടുങ്ങിപ്പോയി. ഇനി നമുക്ക് ബഹിരാകാശ നിലയത്തിനുള്ളിലുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് കാണാം. സുനിത വില്യംസ് തന്നെ സ്പേസ് സ്റ്റേഷനുള്ളിലെ ജീവിതം എങ്ങനെയാണെന്ന് മുൻപ് ഷൂട്ട് ചെയ്ത് വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്പേസ് സ്റ്റേഷനിൽ ഗുരുത്വാകർഷണമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേതുപോലെ തറയിൽ ചവിട്ടി നിൽക്കുക എന്നത് ഇതിൽ സാധ്യമല്ല. ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനുള്ളിൽ ഒഴുകി നടക്കുകയായിരിക്കും. സാധാരണ നമ്മൾ വീട്ടിൽ കട്ടിലിലാണ് കിടന്നുറങ്ങാറ്. എന്നാൽ ഇവിടെ അത് സാധിക്കുകയില്ല. ഇവിടെ ഒരു സ്ലീപ്പിംഗ് സ്റ്റേഷനുണ്ട്. അതിൽ നിവർന്നു നിന്നോ തലകീഴായി നിന്നോ കിടന്നോ നമുക്കുറങ്ങാം. അതുപോലെ പല വശങ്ങളിലായി ആകെ 6 സ്ലീപ്പിംഗ് സ്റ്റേഷനുകളാണ് ഈ നിലയത്തിൽ ഉള്ളത്. ഈ കാണുന്നത് അമേരിക്ക നിർമ്മിച്ച ഒരു ലബോറട്ടറിയാണ്. ഈ ലബോറട്ടറിയിൽ ജിമ്മുമുണ്ട്. ഗുരുത്വാകർഷണമില്ലാത്തതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ മസിലുകൾക്കും എല്ലുകൾക്കും ബലക്ഷയം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായും വ്യായാമം ചെയ്യണം. സീറ്റില്ലാത്ത ഈ സൈക്കിളിൽ ഇരുന്നാണ് ഇവർ നിരന്തരം എക്സസൈസ് ചെയ്യാറുള്ളത്. ഇവിടെ നിന്നും നേരെ പോകുന്നത് ഒരു അടുക്കളയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പാക്കറ്റുകളിൽ ഭദ്രമായി പാക്ക് ചെയ്തിരിക്കുന്നത് ഇറച്ചികളും പച്ചക്കറികളും മുട്ടകളും കൂടാതെ ഭൂമിയിൽ നിന്നും പാചകം ചെയ്ത സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളുമാണ്. വ്യത്യസ്ത രാജ്യക്കാർക്കായി അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് സ്പേസ് സ്റ്റേഷനിൽ നിന്നും ബഹിരാകാശത്തേക്ക് ഇറങ്ങുന്നതിനുള്ള വാതിലിൻ്റെ സമീപത്താണ്. പുറത്ത് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നാൽ മാത്രമാണ് ബഹിരാകാശ സഞ്ചാരികൾ പുറത്തേക്കിറങ്ങുക. ഇതാണ് പുറത്തേക്കുള്ള വാതിൽ. അങ്ങനെ ഇറങ്ങുന്നതിനെയാണ് സ്പേസ് വാക്ക് എന്ന് പറയുന്നത്. ബഹിരാകാശം നല്ല ചൂടോ തണുപ്പോ ആയിരിക്കും. അവിടെ ഒരല്പം പോലും മർദ്ദവും കാണില്ല. ആ സാഹചര്യത്തിൽ നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള സ്പേസ് സ്യൂട്ടുകൾ അത്യാവശ്യമാണ്. ഈ സ്യൂട്ടിൻ്റെ പുറകിൽ കാണുന്ന ഈ വലിയ ബാഗിലാണ് നമുക്ക് ശ്വസിക്കുന്നതിനാവശ്യമായ ഓക്സിജൻ നിറച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് തൊട്ടു മുന്നിൽ കാണുന്നത്. കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ സകല സംവിധാനങ്ങളും ഈ സ്യൂട്ടിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഈ കാണുന്നതാണ് ഹെൽമെറ്റ്. അതിന് നല്ല വലിപ്പമുണ്ട്.
അത് ഈ സ്യൂട്ടിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തല തിരിക്കുന്നത് പോലെ ഹെൽമറ്റ് തിരിക്കുവാൻ സാധിക്കുകയില്ല. സൂര്യപ്രകാശം നേരിട്ട് കണ്ണിൽ പതിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇതിൽ ഒരു സൺഗ്ലാസുമുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്. ഇതാണ് ബഹിരാകാശ നിലയത്തിലെ ടോയ്ലറ്റ്. സുനിതയുടെ തൊട്ട് പിന്നിൽ കാണുന്ന ആ ചെറിയ സംവിധാനമാണ് ക്ലോസറ്റ്. വലിപ്പം കുറവായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. യൂറിൻ പാസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക തരത്തിലുള്ള കുഴലാണ് ഉപയോഗിക്കുന്നത്. ഈ സംവിധാനങ്ങളെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഒരല്പം പോലും ഗുരുത്വാകർഷണമില്ലാത്ത ഈ ടോയ്ലറ്റിനകത്ത് പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവർക്ക് ആവശ്യമായ ടിഷ്യൂ പേപ്പറുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പല രാജ്യക്കാർക്കും അവരവരുടെ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ തന്നെ ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ സ്വകാര്യതയ്ക്കായി ടോയ്ലറ്റിന് ഒരു കതകുമുണ്ട്. ഈ ടോയ്ലറ്റിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ബഹിരാകാശ നിലയത്തിൽ സുനിതയടക്കം എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. കൂപ്പോള എന്ന ഈ ഒരു ഭാഗത്തു നിന്നും താഴേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. ബഹിരാകാശത്തു നിന്നുമുള്ള ഭൂമിയുടെ അതിമനോഹരമായ കാഴ്ച. ഇവരെല്ലാവരും തങ്ങളുടെ ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നത് ഇവിടെ വന്നിരുന്ന് ഭൂമിയെ കണ്ടുകൊണ്ടാണ്. പലവട്ടം ഇതിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയുടെ മുകൾ ഭാഗത്തുകൂടെയാണ് എന്ന് സുനിത വ്യക്തമായി പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള അമേരിക്കയുടെ സെഗ്മെൻറ്റുകൾ മാത്രമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് റഷ്യയുടെ ഏരിയയിലേക്കാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ഹോളിലൂടെ വേണം യാത്ര ചെയ്യാൻ. സ്പേസ് സ്റ്റേഷനിലെ ആദ്യത്തെ സെഗ്മെൻറ്റ് റഷ്യയുടേതാണ്. അതിനുശേഷം ഓരോ വർഷങ്ങൾ കഴിയുന്തോറും മറ്റു പല രാജ്യക്കാരും അവരവരുടെ സെഗ്മെൻറ്റുകൾ ഇതുമായി കൂട്ടിച്ചേർത്താണ് ഇത്രത്തോളം വലിയ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചു തീർത്തത്. ഇപ്പോൾ നിൽക്കുന്നത് സ്പേസ് സ്റ്റേഷൻ്റെ ഹൃദയഭാഗത്താണ്. എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും അസംബ്ലി കൂടുന്നത് ഇവിടെയായിരിക്കും. അപകടം എന്ന് പറഞ്ഞാൽ തീപിടുത്തമോ അമോണിയ ഗ്യാസിൻ്റെ ചോർച്ചയോ ആയിരിക്കാം. ഇവിടെ അമേരിക്കയുടെയും റഷ്യയുടെയും എല്ലാം കമ്പ്യൂട്ടറുകളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചാണ് സ്പേസ് സ്റ്റേഷനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് സുനിതയെയും സംഘത്തെയും ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ പേടകത്തിൻ്റെ സമീപത്തേക്കാണ്. ഈ ചെറിയ വഴിയിലൂടെ വേണം അങ്ങോട്ട് പോകുവാൻ. ഇപ്പോൾ കാണുന്ന ഈ ഇടുങ്ങിയൊരു ഭാഗമാണ് സ്പേസ് ക്രാഫ്റ്റിൻ്റെ വാതിൽ. ഈ ഭാഗം സ്പേസ് സ്റ്റേഷനുമായി കണക്ട് ചെയ്യും. തിരികെ നമ്മൾ ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് കണക്ഷനുകളെല്ലാം വിച്ഛേദിച്ച ശേഷം ഈ വലിയ വാതിൽ അടച്ചുപൂട്ടും. സ്റ്റാർലൈൻ പേടകത്തിന് സംഭവിച്ച സാങ്കേതിക തകരാറ് മൂലം നീണ്ട 286 ദിവസക്കാലത്തെ സ്പേസ് സ്റ്റേഷനിലെ ജീവിതത്തിന് ശേഷം ഇന്ന് രാവിലെ മാർച്ച് മാസം 18-ാം തീയതി എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ സഹായത്തോടെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം സ്പേസ് ക്യാപ്സ്യൂൾ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും കൂട്ടി ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെട്ട് ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങി. ക്യാപ്സ്യൂളിനുള്ളിൽ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും കൂടാതെ ഡ്രാഗൺ ദൗത്യത്തിലുള്ള നിക്കേക്കും റഷ്യയുടെ അലക്സാണ്ടർ ഗോർവിനോവുമുണ്ട്. നീണ്ട 17 മണിക്കൂറുകളാണ് ഈ യാത്രയുടെ ആകെ ദൈർഘ്യം. ഏകദേശം നാളെ മാർച്ച് മാസം 19-ാം തീയതി ഇന്ത്യൻ സമയം പുലർച്ചെ 2:41 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പേടകം പ്രവേശിക്കും. ആ സമയത്ത് ഡി ഓർബിറ്റിംഗ് എന്നറിയപ്പെടുന്ന അവസാനഘട്ട ജ്വലനമാണ് നടക്കുന്നത്. ഏറ്റവും നിർണായകമായ സമയമാണിത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനോടൊപ്പം തന്നെ പേടകത്തിന് ചുറ്റിലും ഭിത്തികളിൽ ഭീകരമായ ചൂട് അനുഭവപ്പെടും. അതുപോലെ തന്നെ വലിയ കുലുക്കവും ഉണ്ടാകും. ഡി ഓർബിറ്റിങ്ങിൻ്റെ സമയത്ത് ഭൂമിയിലെ കൺട്രോൾ റൂമുമായി അല്പസമയത്തേക്ക് ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം പാരാച്യൂട്ടുകൾ വിടർത്തി വേഗത കുറച്ച് പതിയെ ഫ്ലോറിഡ തീരത്തിൻ്റെ സമീപത്ത് കടലിൽ പുലർച്ചെ 3:27 സുരക്ഷിതമായി ലാൻഡ് ചെയ്യും. നാസയും സ്പേസ് എക്സും ചേർന്ന് അവരെ കരക്കെത്തിക്കും. അതിനുശേഷം അവരെ വൈദ്യപരിശോധനകൾക്ക് വിധേയരാക്കും. മൈക്രോഗ്രാവിറ്റിയിൽ 9 മാസക്കാലത്തോളം ജീവിച്ച അവർക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടുവാൻ നാളുകൾ വേണ്ടിവരും. ഇവരെ ആദ്യം കൊണ്ടുപോകുന്നത് ഹ്യൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെൻറ്ററിലേക്കായിരിക്കും. ലോകം മുഴുവൻ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിക്കുകയാണ് അവർ ഭൂമിയിൽ സുരക്ഷിതരായി ലാൻഡ് ചെയ്യുന്ന ആ നിമിഷത്തിനായി. നമുക്കും കാത്തിരിക്കാം.
ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ.